ഞാൻ മനസ്സിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത്. നമ്മളെ മനസ്സിലൊരു ചിന്ത വരുന്നതിന് മുമ്പ് വാസനകൾ, ഇൻക്ലിനേഷൻസ് ആണ് ആദ്യം ഉണ്ടാകുക. പിന്നീട് ഈ ഒരു ഇൻക്ലിനേഷൻസ് അടുത്ത സ്റ്റെപ്പിലേക്ക്, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിലേക്ക് പോകും. അതായത് നമ്മളൊരു ചിന്തേൻ്റെ സ്റ്റാർട്ടിങ്, ഇപ്പോൾ എനിക്കൊരു സ്ഥലത്ത് പോകണം, എനിക്കൊന്ന് വടകര വരെ പോകണം, അതൊരു ചിന്ത സ്റ്റാർട്ടിംഗ് ആണ്. ഞാനത് പോകുന്ന സമയത്ത്, ബസ്സിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടിയിലാവുന്ന സമയത്ത് അത് എക്സ്പ്രഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് മാറി. അങ്ങനെ ഞാൻ സഞ്ചരിച്ച് ആ സ്ഥലത്ത് എത്തുമ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ്. അത് എക്സ്പ്രഷൻ എന്നുള്ളത് ആക്ടിവിറ്റി എക്സ്പീരിയൻസിലേക്ക് മാറി. ഇൻക്ലിനേഷൻ ടു എക്സ്പീരിയൻസ് അത് മനസ്സിൽ നടക്കുന്നതാണ്. അപ്പോൾ ആക്ടിവിറ്റി എക്സ്പ്രഷനായി, എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ഇംപ്രഷൻ നമ്മളവിടെ സൂക്ഷിച്ച് വെക്കുകയാണ്. നമ്മളൊരു അലമാരിയിൽ ഒരു കാര്യങ്ങൾ വെക്കുന്ന പോലെ തന്നെ നമ്മളെ മനസ്സ് അതവിടെ ഒരു അറയിൽ സൂക്ഷിക്കുകയാണ്. ആ ഇംപ്രഷനാണ് പിന്നീട് നമ്മൾ മെമ്മറി അല്ലെങ്കിൽ ഓർമ്മകളായിട്ട് റീകലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതായത് ഇന്നത്തെ പ്രസൻറ്റിൽ ഒരു റെസിഡ്യൂ ആയി മാറിക്കഴിഞ്ഞ ഓർമ്മയെ നമ്മളവിടെ സൂക്ഷിക്കുന്നു. കുറേ കാലത്തിന് ശേഷം നമ്മൾ റീകോൾ ചെയ്യുന്നത് ഈ ഒരു റെസിഡ്യൂ ആണ്, അല്ലെങ്കിൽ ഈ ഇംപ്രഷൻസിനെയാണ് നമ്മൾ റീകോൾ ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ ഫ്യൂച്ചറിലാണ്, പാസ്റ്റിലുള്ള ഈ ഒരു സാധനത്തിനെ നമ്മൾ ആ അലമാരിയിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുന്നത്. മനസ്സെന്ന് പറയുന്നത് ഒരു അവയവമല്ല. തലച്ചോറ് ഒരു ഹാർഡ്വെയർ ആണെങ്കിൽ മനസ്സ് അതിനകത്ത് ഓടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മളെ ചിന്തകളെയും വികാരങ്ങളുടെയും ഒരു പ്രവാഹമാണത്.